ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. ഒരുപാട് കാലമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ കുറച്ചൊക്കെ എഴുതും, കുറച്ചൊക്കെ വായിക്കും, പക്ഷെ സംസാരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ? ആ ഒരു സ്റ്റേജിലുള്ള ഒരാളാണോ നിങ്ങൾ? ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അല്ലേ, നമുക്ക് പലപ്പോഴും ഉള്ള പ്രശ്നമാണ് എന്ത്? ഇംഗ്ലീഷ് ഞാൻ കുറച്ചൊക്കെ എഴുതും, കുറച്ചൊക്കെ വായിക്കാനും പറ്റും, പക്ഷെ സംസാരിക്കാൻ അങ്ങോട്ട് പറ്റുന്നേ ഇല്ല. അതേ സ്റ്റേജിലാണോ നിങ്ങളിപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. ഞാൻ ആദ്യം പറയാൻ പോണത്, ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അതിനോടൊരു താല്പര്യമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീഡാണ്, ഒരു ബേണിംഗ് ഡിസയർ എന്ന് പറയും. എന്താ ബേണിംഗ് ഡിസയർ? നമ്മളെ ഉള്ളിലുള്ള അതിയായിട്ടുള്ളൊരു ആഗ്രഹം. അത് ചിലപ്പോൾ നിങ്ങളെ ജോലിനെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാവാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു നീഡ് എന്തിനു വേണം? നിങ്ങൾക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേണം. അത് ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിലല്ല, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു റീസൺ വേണം, വേണ്ടേ? അപ്പോൾ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കണേ? എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്താണ് ഒരു ഉത്തരം നമ്മളെ മൈൻഡിൽ വരുന്നത് നോക്കിക്കേ. അപ്പോൾ ചിലർക്ക് വരൽ ഇതാവും, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഭാവിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അതല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ എന്ത് ചെയ്യും? ഒരു പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അതർ കൺട്രീസിലൊക്കെ പോയി അല്ലേ, ഒരു ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനോ, അവിടെ ഒരു ജോലി നോക്കാനോ, അവിടെ കറങ്ങാൻ പോവാനോ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, അതിനൊക്കെ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതിലോട്ട് നിങ്ങൾ എത്തിപ്പെടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീസിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ അത്ര ടെക്നിക്കലി സ്കില്ലാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജിൽ നമ്മൾ അത്രക്ക് ഉഷാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ട്. അതെന്തായാലും സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്കില്ല് തന്നെയാണ് എല്ലാം, സ്കില്ല് വേണം, സ്കില്ലുണ്ടായാൽ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ സ്കില്ല് വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലയൻ്റായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, മാനേജേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ, കൊലീഗ്സ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് പുറകിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കരിയറിൽ മുന്നോട്ട് വരാൻ കഴിയൂല. അതൊരു സത്യമാണ്, ഫാക്റ്റാണ്, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, എൻ്റെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ, ഒരു MNC കമ്പനിയാണ്, വെൽ നോൺ കമ്പനിയാണ്. ആ കമ്പനിയിൽ എൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അവർ ബയോടെക്നോളജി കഴിഞ്ഞിട്ടാണ് IT ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, IT ഫീൽഡിലുള്ള എല്ലാ റോൾസും പക്കാ കോഡിംഗ് അല്ല, അല്ലാതെ തന്നെ ഒരുപാട് മേഖലകൾ ഈ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ് ആളെ. അതുകൊണ്ട് തന്നെ ആൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി, ഈ ഒരു മേഖലയിലോട്ട് അയാൾക്ക് വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ സർവ് ചെയ്യുന്നു, ഇപ്പോൾ വേറെ മൂന്നാമത്തെ കമ്പനിയിൽ എങ്ങാനും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളല്ല. അപ്പോൾ ചില സമയത്ത് അതാണ്, നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൈൻ ചെയ്യാൻ പറ്റും, കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റും, ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുന്നിൽ ഓപ്പൺ ആയിരിക്കും. അതൊരു സത്യമാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ തന്നെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് പോയിന്റ്, ആളുടെ കമ്മ്യൂണിക്കേഷൻ ഷെയർ ആണോ? ആണെങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വിടുള്ളൂ. ആ ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പ്രശ്നം എന്താണ്? ഹൈലി ടാലൻറ്റഡ് ആണ്. ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, ജോബ് ഉണ്ടോ, അവിടെ ഓപ്പണിങ്സ് ഉണ്ടോ, കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവർ ടെക്നിക്കലി നല്ല കുട്ടികളാണ്, ടെക്നിക്കലി നല്ല സ്കില്ലുള്ള കുട്ടികളാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ സങ്കടം തോന്നാനുള്ളൊരു വിഷയമാണത്. ആ സമയത്തൊക്കെ തോന്നിപ്പോവും, നമ്മുടെ നാട്ടിലെ കുട്ടികളും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നെങ്കിൽ അവരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇതിലോട്ട് കൊണ്ടുവരാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവാറുണ്ട്. അങ്ങനത്തെ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഉള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് പലപ്പോഴും പല ഫ്രണ്ട്സും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കണക്ഷനിലുള്ള കോൺടാക്ട്സിലുള്ള പല ആളുകളും വിളിച്ചിട്ട് വേക്കൻസി ഉണ്ടോ, കമ്പനിയിലെ വേക്കൻസി ഉണ്ടോ, ഏതെങ്കിലും അറിവിൽ എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. പക്ഷേ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള MNC കമ്പനികളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. ഇംഗ്ലീഷ്, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് എങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഇംഗ്ലീഷൊക്കെ അറിഞ്ഞ് വലിയ പ്രൊഫഷൻ്റ് ആവണം എന്നല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണോ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം, നമ്മൾ എന്താണോ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അത് സിമ്പിൾ ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ പറ്റണം. അപ്പുറത്തുള്ള ആളെ സിമ്പിൾ ഇംഗ്ലീഷിൽ അത് അറിയിക്കാൻ പറ്റണം.
അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്തിനു ഉപയോഗിക്കുന്ന ഷെയറിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല ബേസിക്കലി അല്ലേ. നമ്മൾ മനസ്സിലുള്ള ആശയങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഒരു ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബേസിക് വേർഡ്സ് വെച്ചിട്ട്, ബേസിക് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? അത് മതി. അഡ്വാൻസ്ഡോടൊക്കെ പിന്നെ പോവാം. ഞാൻ പറഞ്ഞു തന്നെ ചുരുക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് വേണം, ഒരു സ്ട്രോങ് റീസൺ. അതായത് നിങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ തള്ളുന്ന റീസൺ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, എന്തൊരു കാര്യമാണെങ്കിലും പഠിക്കുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. എന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അത് പഠിക്കാൻ വേണ്ടി റെഡി ആവൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട്, ഹേയ് ഞാനിപ്പോൾ എന്തിനാ ഇംഗ്ലീഷ് പഠിക്കണത്? ഞാനിപ്പോൾ ഇവിടെ നാട്ടിലൊരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണി, ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു ജേണി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കിട്ടില്ല. അത് കംപ്ലീറ്റ് ആവൂല. നിങ്ങൾ വല്ലപ്പോഴും വല്ല ഇൻട്രസ്റ്റും കയറിയിട്ട് 1-2 ദിവസമൊക്കെ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ 2 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് പോവും. നിങ്ങൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് എന്നുള്ള സ്വപ്നം അപ്പുറത്തെടുത്ത് മാറ്റി വെക്കും. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല, പഠിച്ചിട്ട് വലിയ കാര്യമില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ മാത്രമാണ് ഇംഗ്ലീഷ്. അപ്പം നമ്മളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിടയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവനെ അങ്ങേറ്റം പൊക്കി വെക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ നിർത്തിയും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരാളെ അപ്പുറത്ത് നിർത്തുകയും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മളൊരു ഫസ്റ്റ് ലാംഗ്വേജ് അല്ല അല്ലേ. നമ്മളൊരു ഇംഗ്ലീഷ് രാജ്യത്ത് ജനിച്ച ആൾക്കാരല്ല, ഒരിക്കലും അല്ല. അപ്പോൾ തന്നെ നമുക്കൊരു ഭാഷ പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. വേറൊരു ഭാഷയാണ്. കാരണം നമ്മൾ നാട്ടിൽ മലയാളം പറഞ്ഞ് ശീലിച്ച് അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. എന്നാൽ അതുപോലെയല്ല വേറൊരു ഭാഷ. കാരണം അത് നമുക്ക് പഠിക്കേണ്ട ഒരു നീഡ് ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷെ ഇനി വേണ്ടി വരുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങാണ്. അതൊരു ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇംഗ്ലീഷിനെ കാണരുത്. അതൊരു ഭാഷയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയങ്ങൾ കൈമാറാനുള്ള ഒരു ഭാഷ അല്ലെ, ഒരു ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷ്. എന്തല്ല, അതൊരു ഹൈ ടാലന്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ കണക്കൂട്ടണ്ട. അപ്പോൾ ആ ഒരു ഈഗോ, ആ ഒരു കോംപ്ലക്സ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, അവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഇവനൊക്കെ എൻ്റെ കസിൻസ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, എൻ്റെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ആ ഒരു ഈഗോ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ്. ഇനി നിങ്ങൾ ഒട്ടും അറിയാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്താ പ്ലാൻ അറിയോ? ഒരു ദിവസം ഒരു മിനിമം 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും സംഭവം കേൾക്കാൻ റെഡി ആവണം. കാരണം നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മലയാള ഭാഷ പഠിച്ചത് എങ്ങനെ, ഫസ്റ്റ് തന്നെ ഗ്രാമറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ വേർഡ്സോ സെന്റൻസോ ഇതിന്റെ ഫോർമേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും പേപ്പറിൽ എഴുതി തന്നിട്ട് അത് നോക്കി വായിച്ചിട്ടാണോ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ചെറിയ മക്കളൊക്കെ മലയാളം പഠിക്കുന്നത്? ഒരിക്കലല്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളെ പാരൻസ് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ് മലയാളം അല്ലേ. അപ്പൊ അതേ സ്ട്രാറ്റജിന് എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു ഭാഷയും പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കാം. നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ ആളുകൾ, അതിന് പിന്നെ ദുബായ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗദി ആയിക്കോട്ടെ US ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ തമിഴ്നാടോ കർണാടക ബാംഗ്ലൂരൊക്കെ പോകുന്ന ആളുകൾ, അവർ ഓട്ടോമാറ്റിക് ഒരു സറൗണ്ടിങ്സിന് ഭാഷ കേട്ടാണ്ട് അറബി അല്ലെങ്കിൽ പിന്നെ കന്നഡ, തമിഴ് ഒക്കെ സംസാരിക്കാറുണ്ട്. അതെങ്ങനെ, അവർ കേട്ടിട്ടാണ് പഠിക്കുന്നത്. അവരവിടെ പോയിട്ട് ഗ്രാമറോ കാര്യങ്ങളോ നോട്ട്ബുക്കോ എടുത്ത് പഠിക്കല്ല. ആ സറൗണ്ടിങ്സിന് അവരതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് പഠിച്ചതാണ്. എന്താ ഇമ്മേഴ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇമ്മേഴ്സ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അവർ ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുകയാണ്. അവർ അവിടെ കേൾക്കുന്നതും തമിഴ്, ഇവിടെ കേൾക്കുന്നതും തമിഴ് അല്ലെങ്കിൽ ഹിന്ദി, ആ ഭാഷ അവരെ മൈൻഡിലേക്ക് കയറി, സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി അവർ ഓട്ടോമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവർ സംസാരിക്കുകയാണ്. അപ്പൊ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ, ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുക. അപ്പൊ ഇനി എന്താ കേൾക്കേണ്ടത്, അതൊരു ചോദ്യമാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത്, കുക്കിംഗ് ആണോ, എന്നാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബില്. ഏതെങ്കിലും ഒരു വീഡിയോ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിന്നുള്ള ഒരു വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡെയിലി കാണുക. അത് ചിലപ്പോൾ മൂവീസ് ആവാം, ഇംഗ്ലീഷ് മൂവീസ് ആവാം, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ആവാം, കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് ആവാം, എന്തോ ആവാം. എന്തിനെക്കുറിച്ചാണോ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേൾക്കാൻ, അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ഡെയിലി കാണുക. അതൊരു
പ്ലാൻ ആക്കി മാറ്റുക, ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, ഇത് കേൾക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ തീരെ സമയമില്ലാത്ത ആളുകളെന്ന് കൂട്ടിക്കൊള്ളി, അതിനായിട്ട് ഇരിക്കണം എന്നുണ്ടോ? വേണ്ട. നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാണ്, വീട്ടിൽ നിന്ന് കോളേജിൽ പോവാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയം, ഒരു ബസ്സിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലിരിക്കുന്ന സമയം, ഇനി ബൈക്കിലാണെങ്കിൽ ബൈക്കിലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റൂലെങ്കിൽ കേൾക്കെങ്കിലും ചെയ്യുക. ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് ഹാബിറ്റ് ആക്കുക. അരമണിക്കൂർ, 1 മണിക്കൂർ വളരെ നല്ലതാണ്. 1 മണിക്കൂറെങ്കിലും, നിങ്ങൾ ബെഗിനറാണ്, നന്നായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1 മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, റിപ്പീറ്റഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് 1 അവർ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് പെട്ടെന്ന് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൂര്യൻ രാവിലത്തെ സൺറൈസ് കാണാൻ വന്ന നമ്മളല്ലേ, സൂര്യൻ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലോട്ട് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് റൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ കണ്ണൊന്നും എടുത്ത് ജസ്റ്റ് ഒന്നും കൂടി അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതുണ്ടാവും കുറച്ചും കൂടെ ഹൈറ്റിൽ, കുറച്ചും കൂടെ ഹൈറ്റിൽ, കുറച്ചും കൂടെ ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ. അതെന്താ, ആ പ്രോഗ്രസ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള സംഭവം എന്തല്ല, ഒരു ഷോർട്ട് വേ അല്ല, ഒരു ഷോർട്ട് കട്ട് അല്ല. ഒരുപാട് സംഭവങ്ങൾ അതിൽ ഒന്ന് ചേരാണ്ട്, ഒരുപാട് ചേരുവകൾ ഇതിലോട്ട് നമുക്ക് ചേർക്കാണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും, ശ്രദ്ധിക്കുക, 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. അങ്ങനെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുന്ന പോലെ ആവൂല ഇംഗ്ലീഷിൽ സെന്റൻസ് ഫോം ചെയ്യുക. നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ആ വേർഡ്സ് ഒക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗ്രാമർ റൂൾസോ ഫ്രേസൽ വെർബ്സോ ഇഡിയംസോ ഇങ്ങനത്തെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യുക, പിന്നെ നമ്മൾ പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു, ഇംഗ്ലീഷിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ആ സെന്റൻസ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താ, അത് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സോ സെന്റൻസുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. വളരെ സിമ്പിൾ ആയിട്ട്, ഞാൻ പോയി, ഞാൻ വന്നു, അവൾ വന്നു, അവൻ വന്നു, ഞാൻ പോവുകയാണ്, ഞാൻ പോകും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങളെ മൈൻഡിൽ പറയാൻ നോക്കുക, മൈൻഡിൽ തിങ്ക് ചെയ്യുക. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മലയാളം എങ്ങനെയാണോ സംസാരിക്കുക അതിനെ നേരിട്ട് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. നമ്മൾ ആദ്യം അതായിരിക്കും ട്രൈ ചെയ്യുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഫാമിലിന്റെ ഇടയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക. അതായത് അവൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ പോകും, അവൻ സംസാരിക്കും, ഞാൻ പോയില്ല, ഞാൻ ഇന്നലെ പോയിരുന്നു. അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ വേണ്ടി നോക്കുക. അങ്ങനെ പതുക്കെ സ്പീക്ക് ചെയ്യുക. ആ ഒരു പ്രാക്ടീസ് തന്നെയാണ് എന്ത് മൈൻഡിൽ ഇംഗ്ലീഷ് കയറ്റുന്നതും. അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ഇംഗ്ലീഷിൽ പറയാൻ നോക്കും. ഇതൊക്കെയാണ് ഒരു ബെഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ, ചെയ്യാൻ പറ്റിയ പെട്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാണ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡിസയർ ആണ്. ഞാൻ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, ആ ഒരു കാര്യം മൈൻഡിൽ ഫിക്സ്ഡ് ആയിരിക്കണം. ഞാൻ ഇന്ന റീസൺ കൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായിരിക്കണം അല്ലെ. ജോബിൽ ഉയർച്ച കിട്ടാനാണ്, ഈ ജോബ് കിട്ടാനാണ്, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാനാണ്, വിദേശ രാജ്യത്ത് പോകാനാണ്, എന്തിനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്, ഈഗോ മാറ്റി വെക്കാനാണ്. ഇവിടെ ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് കരുതിയിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് മുമ്പത്തെ പറഞ്ഞ കാര്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കരിയർ ഗ്രോത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഡിസയർ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ നിലവിൽ ഇംഗ്ലീഷ് പഠിക്കണില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യല്ല, നിങ്ങൾ ഒരു മോശം വിചാരിക്കാനില്ല. കാരണം അതൊരു അതർ കൺട്രീൻ്റെ ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ജോബിന്റെ ആവശ്യത്തിന് പാഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രാവൽ ചെയ്യണം, അതിന് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണ്. ആ റീസൺ വെച്ച് മാത്രം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ ഇംഗ്ലീഷ് പറയണം എന്നുള്ള ഒരു നിർബന്ധം ഇവിടെ ഇല്ല. അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ എന്ത് ചെയ്യണം, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ നമ്മൾ മലയാളം പറയാൻ പഠിച്ചത് അതേ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, കേട്ട് പഠിക്കണം. അപ്പം 15 മിനിറ്റോ 1/2 മണിക്കൂറെങ്കിലും മിനിമം എന്ത് ചെയ്യണം,
നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചാനൽ കാണണം, അല്ലെങ്കിൽ കേൾക്കെങ്കിലും വേണം. അത് നിങ്ങൾ ഫ്രീ ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലോ ഓഫീസിലേക്ക് പോണ സമയത്തോ എപ്പോഴാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഭാഷ പഠിക്കാൻ. അങ്ങനെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാലാമത്തെ സ്റ്റെപ്പ്, കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനും ഇതിൻ്റെ ഫോർമേഷനും റൂൾസും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. എൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വെക്കാബുലറി, ഈ പറഞ്ഞ ഗ്രാമർ റൂൾസ് അല്ലെങ്കിൽ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, അങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. പിന്നെന്ത് ചെയ്യാണ്, നമ്മൾ പതുക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ട്രൈ ചെയ്യാണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മൈൻഡിൽ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ മൈൻഡിൽ തിങ്ക് ചെയ്യുക. നമ്മളെ മൈൻഡിൽ ഇംഗ്ലീഷ് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ, ചെറിയ ചെറിയ കാര്യം, അവൻ പോകുന്നു, ഹി ഈസ് ഗോയിങ് അല്ലേ, അവൻ വരുന്നു, ഹി ഈസ് കമ്മിങ്, ഞാൻ പോകുന്നു, ഐ ആം ഗോയിങ്, മൈ മദർ ഈസ് കമ്മിങ്, എൻ്റെ അമ്മ വരുന്നു, ഞാൻ പോയി, ഐ വെന്റ്, ഞാൻ പോകും, ഐ വിൽ ഗോ. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തൊക്കെ, എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ പോയി, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ ഇംഗ്ലീഷ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യാനും നമ്മളെ സറൗണ്ടിങ്സിൽ നിന്ന് പഠിക്കാനും നമ്മൾ ഓട്ടോമാറ്റിക്കലി ശ്രമിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻസിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് പറയണം. എന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ഇനിയും ഇതുപോലെ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ പറ്റും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഞാനൊരു സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ട്രെയിനർ അല്ല. ഞാൻ വർക്ക് ചെയ്ത കമ്പനീസിൽ നിന്നൊക്കെ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനൊക്കെ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചത്. അതിനെക്കുറിച്ചും ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും, നിങ്ങൾ കാണണം. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠിച്ചിട്ടില്ല. ഡിഗ്രി വരെ മലയാളം മീഡിയം മാത്രമാണ് ഞാനും പഠിച്ചത്. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ MNC കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു, എങ്ങനെ ഫ്ലുവൻ്റായി, എങ്ങനെ കോൺഫിഡൻ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൽ പറയും. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫാമിലി, ഫ്രണ്ട്സ്, ഉപകാരപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ ഫസ്റ്റ് എക്സസൈസ് അതെങ്കിലും നിങ്ങൾ ഇന്ന് ചെയ്യണം. ഈ ഒരു ജേണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം.